السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും പണക്കാരാവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ സമ്പത്ത് കൂടാൻ, അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഗൂഗിളിലൊക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന പലതിൽ ചിലതാണ് ഹൗ ടു ബിക്കം എ ബില്യണർ, ഹൗ ടു ബിക്കം എ മില്യണർ എന്നൊക്കെ. അപ്പൊ എല്ലാവരും സാമ്പത്തിക സുസ്ഥിരതയും സാമ്പത്തിക സമ്പുഷ്ടൊക്കെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള വഴി എന്താണ്? അതിനേറ്റവും നല്ലൊരു വഴിയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹുവിന്റെ അടിമകൾക്ക് ഒരു ദിവസവും കടന്നു പോകുന്നില്ല ഇല്ല മലക്കാനി യൻസിലാൻ, രണ്ട് മലക്കുകൾ അവരിലേക്ക് ഇറങ്ങാതെ. ഫയഖൂലു അഹദുഹുമ, എന്നിട്ട് അവരിൽ ഒരാൾ പറയും, അല്ലാഹുമ്മ അഅതി മൂഫിഖൻ ഖലഫ, അള്ളാഹുവെ ആരാണോ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അവർക്ക് നീ പകരം കൊടുക്കണമേ, അവർക്ക് നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, അവർക്ക് നീ കൂടുതലാക്കി കൊടുക്കണമേ. ഫയഖൂലുൽ ആഖിർ, മറ്റേ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അള്ളാഹുവെ ആരാണോ അവന്റെ സമ്പത്ത് നിന്റെ മാർഗത്തിൽ നിന്ന് ചെലവഴിക്കുന്നതിൽ നിന്ന് പിടിച്ചു വെക്കുന്നത് അവർക്ക് നീ നാശം നൽകണമേ എന്ന് രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന മറ്റു ഹദീസുകളിൽ കാണാൻ കഴിയും, ഒരാളുടെയും ധനം ദാനധർമ്മം കൊണ്ട് നശിച്ചു പോവില്ല. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും കൊടുത്താൽ അള്ളാഹു അവന് തീർച്ചയായും അത് തിരിച്ചു കൊടുക്കും. മൻദല്ലദി യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുദാഇഫു ലഹു അദ്ആഫൻ കതീറ. ആരെങ്കിലും അള്ളാഹുവിന് കടം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കടം പടച്ചവന് എന്തായാലും ആവശ്യമില്ല. ആ കടം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെയും ഇരട്ടിയായി, ഒരുപാട് ഇരട്ടികളായി തിരിച്ചു തരുന്നതാണ്. മൻജാ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ആരെങ്കിലും ഒരു നന്മയുമായി വന്നാൽ അവന് അതിന്റെ 10 ഇരട്ടി ഉണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് ഹലാലും ത്വയ്യിബുമായ മാർഗത്തിൽ അഭിവൃദ്ധിപ്പെടാൻ, നമ്മുടെ റിസ്ക് വിശാലമായി കിട്ടാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് മടി കാണിക്കാതിരിക്കുക. അതാണ് ഒന്നാമത്തെ വഴിയെന്ന് നാം മനസ്സിലാക്കുക. ഈ പ്രത്യേകിച്ച് ഈ 10 ദിവസം നമ്മൾ ദാനധർമ്മങ്ങളിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം. ഒരുപാട് മിസ്കീനുകളായ ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. പല പള്ളികളിലും ഇമാം നിൽക്കുന്ന ആളുകൾ ബീഹാരികളാണ്, അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാരാണ്. അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാതെ അവരതിന്റെ ആവശ്യക്കാരാണ്. പലരും അവിടെ നിന്ന് ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി അവിടെ എത്തിച്ചു കൊടുക്കുക. ഈ 10 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ദാനം ചെയ്യാൻ പറ്റുമോ? അത് ഹദിയയായാലും സദഖയായാലും ഈ 10 ദിവസം നമ്മളത് കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. സദഖക്ക് വലിയ മഹത്വമുണ്ട്. രഹസ്യമായി ചെയ്യുന്ന സദഖക്ക് അതിനേക്കാൾ മഹത്വമുണ്ട്. അത് നിങ്ങൾക്ക് വസീലയായി ഉപയോഗിക്കാൻ കഴിയും. അള്ളാഹുമായി രഹസ്യബന്ധം രഹസ്യമായ സദഖകളിലൂടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സദഖകൾ കൊടുക്കാൻ മനസ്സ് അനുവദിക്കുന്ന, മനസ്സ് പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും അള്ളാഹു ഉൾപ്പെടുത്തി